ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 32-ാം ഭാഗം. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. ദൈവ ഐക്യ ശുശ്രൂഷയിൽ, അതായത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ തൊട്ടു മുമ്പ് നമ്മൾ ചൊല്ലുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപത്തിൽ നമ്മൾ കൈ ഉയർത്തണോ, കൈ വിരിച്ചു പിടിക്കണോ, കൈ കൂപ്പി പിടിക്കണോ? എന്താണ് ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശമുള്ളത്? ഇത് മനസ്സിലാക്കാൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന അനുരഞ്ജന ശുശ്രൂഷ, സഹോദരങ്ങളുമായിട്ടുള്ള രമ്യതയുടെ ശുശ്രൂഷ. അതിനുശേഷമാണ് കാർമികൻ കുനിഞ്ഞു നിന്ന് താഴ്ന്ന സ്വരത്തിൽ ചെല്ലുന്നു, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. എന്നിട്ട് എഴുതിയിരിക്കുന്നു, കാർമികൻ നിവർന്നു നിന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താഴെ വരുന്ന പ്രാർത്ഥന ഉയർന്ന സ്വരത്തിൽ ചൊല്ലുന്നു. 2 പ്രാർത്ഥനകളുണ്ട് അവിടെ. അതായത് 1 ഞായറാഴ്ചകളിലും സാധാരണ ദിവസങ്ങളിലും ചൊല്ലാൻ, 2 കർത്താവിൻ്റെ തിരുനാളുകളിലും മറ്റു പ്രധാന തിരുനാളുകളിലും ചൊല്ലാൻ. സാധാരണ ദിവസത്തേത്, ഞായറാഴ്ചത്തേത്, കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അതായത് സഹോദരങ്ങളുമായിട്ട് അനുരഞ്ജനപ്പെട്ടതിന് ശേഷം ദൈവമക്കൾക്ക് സംജാതമായ, എങ്ങനെ ഈശോയുടെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സംജാതമായ ദൈവൈക്യം, ആ ദൈവൈക്യത്തിൻ്റെ അനുഭവം സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മൾ അനുഭവിക്കുകയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം നമ്മൾ ചൊല്ലുമ്പോൾ. അപ്പോൾ പൂർണ്ണമായും അനുരഞ്ജിതരായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ആന്തരിക മനോഭാവമാണ് ഇവിടെ നമുക്കുണ്ടാകേണ്ടത്. ഇനി അത് കർത്താവിൻ്റെ തിരുനാളുകളിലും പ്രധാന തിരുനാളുകളിലുമാണെങ്കിൽ എന്താണ് ക്രൈസ്തവ ജീവിതം എന്ന് മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ സമാധാനവും ശാന്തിയും നിറഞ്ഞ ജീവിതം, നിന്റെ ശാന്തിയും സമാധാനവും ഇല്ലേ എന്നാണ് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത്. അത് ഫിലിപ്പിയ ലേഖനം 4:7 പറയുന്ന കാര്യമാണ്. ഇനി കർത്താവിൻ്റെ സത്യം പ്രഘോഷിക്കുന്ന നാവുകൾ ഞങ്ങൾക്ക് തരണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആലപിക്കുന്ന ഒരു സമൂഹം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം. ഇത്രയും മനോഭാവങ്ങളോടുകൂടെയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും അനുരഞ്ജനത്തോടും ഐക്യത്തോടും കൂടെ നമ്മൾ ഏറ്റുചൊല്ലുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കാർമികൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിവർന്നു നിന്ന് ചൊല്ലണമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ജപം എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ കൈ വിരിക്കണമെന്നോ കൈ വിടർത്തണമെന്നോ കൈ ഉയർത്തണമെന്നോ ഒന്നും ഒരു നിർദ്ദേശവും നമ്മുടെ തക്സ അല്ലെങ്കിൽ കുർബാന പുസ്തകത്തിലെ അനുഷ്ഠാനക്രമത്തിൽ ഏറ്റവും പുതിയതിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ കൈ വിരിക്കുകയോ കൈ ഉയർത്തുകയോ ചെയ്യണ്ട എന്ന് തന്നെയാണ്. ഈ ആരാധനാക്രമത്തിൻ്റെ അനുഷ്ഠാനക്രമം നമുക്ക് നൽകുന്ന, അതായത് തക്സയിൽ കുർബാന പുസ്തകത്തിൽ കൃത്യമായി തരുന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ട് ചൊല്ലിയാൽ മതി എന്നുള്ളതാണ് അതിനർത്ഥം. നമുക്കും അങ്ങനെ കുർബാന പുസ്തകത്തിലെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനക്രമത്തിൻ്റെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ട് നമുക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.